ഹലോ ഫ്രണ്ട്സ്, ഓൾ മൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയുള്ള കാര്യം പറയാനാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന് പറയുമ്പോൾ നേരെയുള്ള കാര്യങ്ങൾ, നേരായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നവരാണ് ഈ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾ. ഞാൻ ഉൾപ്പെടെ കുറേ പേരുണ്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളവർ. അവർക്ക് വളഞ്ഞ വഴി കൂടെ സഞ്ചരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം നേരെ പോ എന്നുള്ളൊരു രീതിയാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ എപ്പോഴും സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർ. അല്ലാത്തവർ വളഞ്ഞ വഴികൾ ചിന്തിച്ച് വളഞ്ഞ കാര്യങ്ങൾ അവരെ ഉപയോഗിക്കുക. അവരെന്ന് പറഞ്ഞാൽ കുതന്ത്രത്തിൻ്റെ ആൾക്കാരാണ്. വളഞ്ഞ വഴി ചിന്തിക്കുന്നവർ കുതന്ത്രം മെനഞ്ഞെടുക്കുന്നവരാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യത്തിൽ ഒരു സത്യസന്ധത കാണും. അവർ പറയുന്നത് നല്ല കാര്യങ്ങളായിരിക്കും. നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷം വരുന്ന ഒരു പ്രവൃത്തി അവർ ചെയ്യത്തില്ല. ദോഷം വരുന്ന ഒരു പ്രവൃത്തി അവർക്ക് ചെയ്യാൻ അവരറിഞ്ഞുകൊണ്ടോ, പക്ഷെ പലപ്പോഴും അവർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയവരാണ് കൂടുതലായിട്ടും പറ്റിക്കപ്പെടുന്നത്. അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവർ തുറന്നു പറയുന്നത് കൊണ്ട് തന്നെയും അവരുടെ നിഷ്കളങ്കമായ ഒരു മനസ്സ് ചൂഷണം ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അത് പലപ്പോഴും അറിയാം. പക്ഷെ ഈ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളവരെ നമുക്ക് ഫ്രണ്ട്സ് ആക്കാൻ പറ്റും. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളവർ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അവരെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് അവർക്ക് ചെയ്യാനും പറ്റും. അതാണ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളവരുടെ ഏറ്റവും വലിയ ഗുഡൻസ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ നമുക്ക് അല്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ എപ്പോൾ വേണമെങ്കിലും ചതിക്കാം. പക്ഷെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളവർ ചതിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്താണ് അതിൻ്റെ കാരണം? അവരെന്ത് കാര്യമുണ്ടെങ്കിലും നമ്മളോട് വിശ്വസ്തമായിട്ട് നമ്മളോട് നേരിട്ട് അവർ കോണ്ടാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അവരൊരിക്കലും നമ്മളെ ചതിക്കില്ല. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഫ്രണ്ടായിട്ട് കിട്ടുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണെന്നാണ് എനിക്ക് പറയാം. നമുക്ക് ഒരിക്കലും അയാളെ കൈവിടാൻ പാടില്ല. കാരണം അയാൾ നമ്മളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നൊരു വ്യക്തിത്വമുള്ള ആളാണ്. അങ്ങനെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒന്നും തുറന്നു പറയത്തില്ല, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക അല്ലേ. പക്ഷേ ഏറ്റവും വലിയൊരു നെഗറ്റീവ് കാര്യം ഈ സ്ട്രെയിറ്റ് ഫോർവേഡ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർ ഓപ്പണായിട്ട് പറയുമ്പോഴും അത് മറ്റുള്ളവരെങ്ങനെ ഉൾക്കൊള്ളണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ അവരുടെ ഒരു നെഗറ്റീവ് കാര്യം ഇപ്പോൾ പറഞ്ഞെന്നിരിക്കട്ടെ, അവർ പക്ഷേ നമ്മളെ അങ്ങനെ കാണണമെന്നില്ല. അവർ പക്ഷെ നമ്മളെ തഴയാനുള്ള കാരണങ്ങളുണ്ടാവും. എന്താ, ഇയാളിങ്ങനെയാണ്, എല്ലാ പ്രാവശ്യവും ഇങ്ങനെ നെഗറ്റീവ്സ് പറയുന്നു, അല്ലെങ്കിൽ കുറ്റങ്ങൾ പറയുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു ധാരണ ഉണ്ടാവാനുണ്ട്. പക്ഷെ നമ്മൾ കുറ്റങ്ങളായിരിക്കത്തില്ല പറയുന്നത്, അയാളുടെ ഒരു കാര്യം നമ്മൾ ഉൾപ്പെടുത്തി പറയുന്നതാണ്. എന്താണ്, അയാളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും നമ്മൾ പറയുന്നത്, പക്ഷെ അയാളത് വേറെ രീതിയിൽ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതാണ് സ്ട്രെയിറ്റ് ഫോർവേഡുകാർക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അവരവിടെ പരിസരത്ത് എന്ത് നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന രീതി ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു നന്മ
നന്മയാണ് അവിടെ കാണിക്കുന്നത്, ഒരു സത്യസന്ധതയാണ് കാണിക്കുന്നത്. അവരുടെ ഉള്ളിലുള്ള ഒരു ചൈൽഡിഷ്നെസ്സാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളവരെ ഒന്നും നമ്മൾ കൈവിട്ട് കളയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അതാണ്. കാരണം എന്താ പറയുക, ഒരു നിഷ്കളങ്കമായ ഒരു സ്വഭാവം എല്ലാവർക്കും കിട്ടണമെന്നുള്ളതല്ല, അത് കുറച്ച് പേർക്കേ കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ചേർത്ത് പിടിക്കുക. ഒരു കുട്ടിത്വമൊക്കെ ഉള്ള ഇതുപോലത്തെ ക്യാരക്ടേഴ്സൊക്കെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ തന്നെ അവർ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഹാപ്പിനെസ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇങ്ങനെയുള്ളവരൊക്കെ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വഴിവിട്ട ചിന്താഗതിയുള്ളവരാണ്. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ പലതും ഒതുക്കി വെക്കും അവർ. ചിലരൊക്കെ അത് ഒതുക്കി വെച്ചിട്ട് നമ്മളോട് ഒതുക്കി വെച്ച് സംസാരിക്കുന്നവർ. ഇവരാണെന്ന് അങ്ങനെയല്ല, അവർ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയും. ഇന്ന പോലാണ്, നീ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അങ്ങനെ പറയുന്നവരെ ഒരിക്കലും അംഗീകരിക്കാൻ ആർക്കും കഴിയില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അങ്ങനെ പറയുന്നവർ എപ്പോഴും സമൂഹത്തിൽ ഒരു കൊള്ളാത്തവരായിട്ട് നടിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല, കൊള്ളാത്തവരല്ല അവർ. അവർക്ക് നല്ലൊരു പോസിറ്റീവ് മൈൻഡ് ഉള്ളവരാണ്. അങ്ങനെ പോസിറ്റീവ് മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവർ വളരെയധികം ഗൈഡൻസ് ഉള്ള ആൾക്കാരാണ്. നമ്മളെ ഗൈഡ് ചെയ്യാനും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു മനസ്ഥിതി ഉള്ളവരാണ് ഈ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർ. എവിടെ പോയാലും നമുക്കൊരു കെയറിങ് തരുന്നവരാണ് ഇങ്ങനെയുള്ളവർ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Bye.